അദ്ദേഹത്തോട് ഞാനൊരു കമൻറ്റ് പറഞ്ഞു, ഒന്നുമില്ല, എൻ്റെ നാടാണ്, ഇതെൻ്റെ നാടാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് എൻ്റെ ഈ നാടാണ്, ഞാനിങ്ങ് എടുക്കാൻ പോവാണ്. നമസ്കാരം. കണ്ണൂരെ KKR കവചം രാഗേഷിന് കഴിഞ്ഞ ദിവസം അതിഭയാനകമായ ഒരു അപമാനമുണ്ടായി. BJP നേതാവ് കൃഷ്ണദാസിൻ്റെ വീട്ടിലെ കല്യാണത്തിന് സുരേഷ് ഗോപി കണ്ണൂരിൽ ചെന്നിരുന്നു. ഗോപിയെ കണ്ട് ജില്ലാ സെക്രട്ടറി രാഗേഷ് അടുത്തു ചെന്ന് വിഷ് ചെയ്തു. സ്വാഭാവികം, അവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളവരുമാണ്. ഒരു കുശലം എന്ന മട്ടിൽ രാഗേഷ് പറഞ്ഞു, ഇതെൻ്റെ നാടാണ്. അതും സ്വാഭാവികം. അപ്പോൾ പറയാൻ കൊള്ളാത്തതും വീണ്ടും വിചാരമില്ലാത്തതുമായ ഒരു വർത്തമാനം സുരേഷ് ഗോപി KK രാഗേഷിനോട് പറഞ്ഞു, ഇതെൻ്റെയും നാടാണ്, ഞാനിങ്ങെടുക്കാൻ പോവുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും ഒരു വിപ്ലവകാരിയുടെ മണ്ണിൽ നിന്ന് പറയാൻ പാടില്ലാത്തതുമായ ഒരു കമൻ്റായിരുന്നു സുരേഷ് ഗോപിയുടേത്. അന്നു രാത്രി സഖാവിന് ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് പത്രസമ്മേളനം വിളിച്ചാണ് അതിന് മറുപടി നൽകിയത്. വേണമെങ്കിൽ എനിക്ക് പറയാം, താൻ പൊക്കിയാലൊന്നും ഈ നാട് പൊങ്ങൂല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ സംസ്കാരം കമ്മ്യൂണിസ്റ്റുകാരുടെ ജൈവ ഗുണമായി പോയി. രാഗേഷ് അത് പറഞ്ഞിരുന്നെങ്കിൽ ചമ്മുന്ന സുരേഷ് ഗോപിയുടെ മുഖം ഒന്ന് കാണാമായിരുന്നു. ഈ KKR കവചം എന്ന പേര് രാഗേഷിന് നൽകിയത് വിഴിഞ്ഞത്തെ ആകാശഗംഗയായ അയ്യരൂട്ടിയാണ്. പിണറായി സർക്കാരിനെ KKR കർണൻ്റെ കവചം പോലെ കാത്തു എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഈ രാഗേഷ്. കമ്മ്യൂണിസ്റ്റുകളുടെ മുത്തപ്പൻ ഉറങ്ങുന്ന നാടാണ് കണ്ണൂർ. അവിടുത്തെ ഓരോ മണൽത്തരിയിലും സഖാക്കളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. സഖാക്കളുടെ ചോര വീണ മണ്ണിൽ നിന്നുമാണ് ആകാശം മുട്ടയവിടെ പൂമരങ്ങൾ വളർന്നു നിൽക്കുന്നത്. ആ നാടിനെ ഇങ്ങെടുക്കുവാന്നൊരു സംഖ്യ പറഞ്ഞാൽ അവർ സഹിക്കുമോ? പിറ്റേന്ന് ഹർത്താൽ നടത്താഞ്ഞത് ഭാഗ്യമായി. സുരേഷ് ഗോപിയുടെ വണ്ടിക്ക് മുമ്പിൽ നിന്ന് മുണ്ടുപൊക്കി ചെമ്പട ഇത് ചെമ്പട എന്ന് അവർ മുദ്രാവാക്യം വിളിക്കാതിരുന്നതും മഹാഭാഗ്യം. ഒന്നാലോചിച്ചാൽ സുരേഷ് ഗോപി രാഗേഷിനോട് നടത്തിയ ഒരു ഭീഷണിയായി പോയില്ലേ അത്? കണ്ണൂർ ഞാനിങ്ങെടുക്കുക. ഇപ്പോൾ തന്നെ കാൽക്കീഴിലെ മണ്ണൊലിച്ച് പല അധികാര കേന്ദ്രങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിക്ക്. അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ വൃത്തികെട്ട വെല്ലുവിളി. കരുനാക്കുള്ള മനുഷ്യനാണ് ഈ സുരേഷ് ഗോപി. കമ്മ്യൂണിസ്റ്റുകൾ കരുനാക്കന്മാരെയും കരിങ്കണ്ണന്മാരെയും ഉണ്ണാക്കന്മാരെയും ഭയക്കുന്നവരല്ലെങ്കിലും അനുഭവം മറിച്ചാണ്. തൃശ്ശൂർ എടുക്കുമെന്ന് പുള്ളി പറഞ്ഞപ്പോഴൊക്കെ കമ്മികൾ ചിരിച്ചു മറിഞ്ഞു. ഒടുവിൽ എന്തായി? തിരുവനന്തപുരം എടുക്കുമെന്നും പറഞ്ഞു. അപ്പോഴും മേറൂട്ടി മന്ദങ്ങളും പരിഹസിച്ച് ചിരിച്ചു. ഇപ്പോഴെന്തായി? വായിൽ നിന്നും ഗുളികൻ ചാടുന്ന ചില നേരങ്ങളുണ്ട്. അനുഭവത്തിൽ വരുമ്പോഴേ അറിയൂ. പാപത്തിൻ്റെയും ക്രൂരതയുടെയും നാശത്തിൻ്റെയും ഭാഗമാണ് ഗുളികൻ. ഇത് നാക്കിൽ നിന്നും പുറത്ത് ചാടുന്ന ചില സമയം പറഞ്ഞാൽ ഫലിക്കും. ഗുളികൻ്റെ നാട്ടിൽ കഴിയുന്ന രാഗേഷിനോട് ഗുളികനെ പറ്റി പറയേണ്ടതില്ല. ഈ സുരേഷ് ഗോപി എടുക്കുമെന്ന് പറഞ്ഞാൽ എടുക്കും കേട്ടോ. പണ്ട് ആർക്കിമിഡീസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എനിക്കൊരു ഉത്തോലകവും ചവിട്ടി നിൽക്കാൻ അല്പം ഇടവും തന്നാൽ ഞാൻ ഈ ഭൂമിയെ ഇളക്കി മറിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെയാണ് ഈ സുരേഷ് ഗോപിയും. അദ്ദേഹം കണ്ണൂരെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പോകുമോ എന്നല്ലേ രാജേഷ് പരിഹസിക്കുന്നത്? അല്ല രാജേഷേ, ഏത് കോട്ടയുടെ മുഴുപ്പാണ് നിങ്ങൾ ഈ കണ്ണൂരിൽ നിന്ന് പറയുന്നത്? ഈ കോട്ടയുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 3 ജയരാജന്മാർ പുഴുങ്ങാനും ഒരു ഗോവിന്ദൻ കുത്താനും ഒരു പിണറായി ഉണ്ണാനുമുണ്ട്. പിന്നെ അവർക്ക് ചുടുചോറ് വാരിക്കാൻ കുറേ അടിമകളും. കമ്മ്യൂണിസം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിച്ചുവെന്ന് നമ്മൾ കണ്ടതാണ്. വാർത്താ സമ്മേളനം വിളിച്ച് ഇതിനൊക്കെ മറുപടി പറയാൻ പോയ രാഗേഷിൻ്റെയൊക്കെ അവസ്ഥ മഹാഭീകരമാണ്. പിണറായിയുടെ ശൈലി കടം കൊണ്ടാണ് രാഗേഷിൻ്റെ വാർത്താ സമ്മേളനം. വാക്കുകൾ അളന്നു മുറിച്ചേ സംസാരിക്കൂ. എന്തൊരു ഗൗരവക്കാരനാണെന്നോ. നാട് വികസിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ വരണമെന്നാണ് പുള്ളി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അന്നൂണിന് അമ്മയെ കൊല്ലുന്നവൻ പിന്നൂണിന് എന്തു ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. ഒന്നും ബാക്കി വയ്ക്കാതെ കെട്ടിപ്പൊതിഞ്ഞ് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞു സഖാവേ. സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപി എന്ന് വിളിച്ച് കുറേ ആക്ഷേപിച്ചു നിങ്ങൾ. നോക്കണേ, അധ്വാനിച്ചുണ്ടാക്കിയ കാശിന് അയാൾ ലൂർദ് മാതാവിൻ്റെ തലയിൽ ഒരു കിരീടം വെച്ചു കൊടുത്തു. അതിൻ്റെ ചെമ്പും പിത്തളയും വേർതിരിക്കാൻ നടന്ന കമ്മികൾ ഇപ്പോൾ ചെമ്പ് തെളിഞ്ഞ മഹാസത്യങ്ങൾ കേട്ട് വാ പൊളിച്ചിരിക്കുകയാണ്. പിണറായി വിജയനും മോദിയിലേക്കുള്ള പാലമായി മാറിയ ജോൺ ബ്രിഡ്ജാസ് സുരേഷ് ഗോപിയെ മുന്നേ എന്ന് വിളിച്ചു. ഇപ്പോഴാ വിളി പുള്ളിക്ക് തിരിച്ചു കിട്ടി തുടങ്ങി. കണ്ണൂരിൽ നിന്നുകൊണ്ട് രാഗേഷ് പറയേണ്ട കാര്യമുണ്ടോ ഇതെൻ്റെ നാടാണെന്ന്? ഇതെൻ്റെയും നാടാണെന്ന് ഒരു കേന്ദ്രമന്ത്രി പറയുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? കേരളത്തിലെ ഓരോ നാടും എല്ലാവരുടേതുമാണ്. ഒരു കെട്ടിടവും റേഷൻ കാർഡും അവിടെ നിങ്ങൾക്ക് ഉണ്ടായേക്കും. ലോകമേ തറവാട് എന്നതായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചിന്തയിൽ വിരിയേണ്ടത്. അതിരുകളില്ലാത്ത ലോകം. സുരേഷ് ഗോപി പറഞ്ഞതിന് ബദലായി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ചെന്ന് നിന്നും ഈ നാടിങ്ങെടുക്കുവാന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പറയാത്തത്? രാഗേഷ് മറ്റൊരു ക്രൂരതയുടെ കഥ കൂടി പങ്കുവച്ചു.
ഒരു ചെറുപ്പക്കാരൻ അവിടെ വെറുതെ ഗുണ്ടെടുത്ത് ചരട് മുറുക്കുന്നതിനിടയിൽ കയ്യിലിരുന്നങ്ങ് പൊട്ടി. മനസാക്ഷിയുള്ളവരാരെങ്കിലും പറയുമോ വേദന കൊണ്ട് പുളയുന്ന ആ ചെറുപ്പക്കാരൻ ക്രിമിനലാണെന്ന്? ആ പ്രയാസം അനുഭവിക്കുന്ന ചെറുപ്പക്കാരൻ്റെ വേദനയിൽ പങ്കുകൊള്ളുന്നതിന് പകരം മനുഷ്യത്വമുള്ള ആരും അത് ബോംബ് സ്ഫോടനമാണ്, ഇയാൾ കൊടും ക്രിമിനലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം. അയാളുടെ വേദനയിൽ പങ്കുകൊള്ളുകയല്ലേ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? അതല്ലേ മാധ്യമധർമ്മം? അവിടെ പിള്ളേർ ഗുണ്ടാണോ വൈകിട്ട് ചായക്കൊപ്പം കഴിക്കുന്നത്? ചിറ്റപ്പൻ പറഞ്ഞത് നൂല് ചുറ്റി വരിഞ്ഞ പടക്കമെന്നായിരുന്നു. രാകേഷ് പറഞ്ഞത് ഗുണ്ടാണെന്നാണ്. ആ ചെറുപ്പക്കാരൻ നാടിനു വേണ്ടി അനുഭവിച്ച ത്യാഗം നമ്മൾ കാണാതെ പോകരുതെന്നാണ് രാകേഷ് സഖാവ് പറയുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഭീഷണിക്ക് ശേഷം കെ രാകേഷ് ദുസ്വപ്നങ്ങൾ മാത്രം കാണുകയാണ്. ഒരു ചുമ്മാട് കെട്ടി കണ്ണൂരെടുത്ത് തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന സുരേഷ് ഗോപി. അകത്ത് കിടക്കുന്ന കള്ളം പോറ്റിയെ കണ്ട് ഒരു ചരട് ജപിച്ചു വാങ്ങി അരയിൽ കെട്ടണം. പേടി മാറാൻ അത് നല്ലതായിരിക്കും. അതുമല്ലെങ്കിൽ ഒരു ഗുളികൻ തെയ്യം നേരണം.